നമ്മുടെ കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി, പുള്ളിക്കാരെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല ആശയങ്ങൾ, ചിലപ്പോഴൊക്കെ ആ ചില വീഡിയോസും പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ എന്നെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെ കേട്ടാ പുള്ളിക്കാരൻ ആൾ ഉഷാറാണല്ലോ, നല്ല രീതിയിൽ കാര്യത്തെ നോക്കിക്കാണുകയും അതിന് എന്താണ് നല്ല രീതിയിലുള്ളൊരു പരിഹാരം വേണ്ടതെന്ന് പുള്ളിക്കാരൻ ആ നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന് ഞാനൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ആ ലൈസൻസിൻ്റെ കാര്യമായി കഴിഞ്ഞാലും എല്ലാ ആളുകളും നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രമേ ഇനി ലൈസൻസ് എടുക്കൂ എന്നുള്ളതും, അതുപോലെ തന്നെ പുള്ളിക്കാരൻ അതിലൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇവിടെ പല ആളുകൾക്കും ലൈസൻസ് ഉണ്ട്, എനിക്ക് ലൈസൻസ് ഉണ്ട് പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട്. ആ പറയുന്നത് തന്നെ ഏറ്റവും വലിയ നാണക്കേടാണ് എന്നുള്ളത്. അതായത് നമുക്ക് ഇവിടുത്തെ ലൈസൻസ് ഉണ്ട് പക്ഷേ വണ്ടി ഓടിക്കാൻ അറിയില്ല. അപ്പോൾ അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയങ്ങൾ പുള്ളിയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിലൊക്കെ പുള്ളി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അന്തം വിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു സ്ഥലത്ത് പുള്ളിക്കാരെ പ്രസംഗിച്ച പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ട് ശരിക്കും ഞാൻ അന്തം വിട്ടുപോയി കേട്ടോ. കാരണം നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് പുള്ളി ചിന്തിക്കുന്നത്. എന്തായാലും ഞാൻ ആ പ്രസംഗം കേൾപ്പിച്ചുതരാം, അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം. പട്ടാളത്തിൽ ആളെ എടുക്കുന്നതിന് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. സ്ഥിരമായി ഇനി ആളെ എടുക്കുന്നില്ല പട്ടാളത്തിൽ. അവിടെ അഗ്നിവീർ എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരെ എടുക്കണം. 18 വയസ്സായ ചെറുപ്പക്കാരെ എടുക്കുകയും അവർക്ക് ആയുധ പരിശീലനം കൊടുക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഉദ്ദേശം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പട്ടാളത്തിൽ എടുക്കുന്നു, 5 വർഷമേ സർവീസ് ഉള്ളൂ. 5 വർഷം കഴിഞ്ഞാൽ അതിൽ 25% ആളുകൾക്ക് നരേന്ദ്രമോദി സർക്കാർ ജോലി കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ 100 പേരെ എടുത്താൽ 25 പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് സംവരണ നിയമമില്ല, സംവരണ തത്വങ്ങൾ മാറിയിട്ടില്ല, അതിന് റിസർവ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവരെ 5 വർഷം കഴിയുമ്പോൾ ആയുധ പരിശീലനം, പട്ടാളത്തിന്റെ ആയുധ പരിശീലനം അടക്കം പരിശീലിപ്പിച്ച് പുറത്തേക്ക് വിടുകയാണ്. 100ൽ 25 പേർക്ക് ജോലി കൊടുക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ബാക്കി 75 പേർ എന്നാ പണിക്ക് പോകും? അപ്പൊ നമ്മൾ പട്ടാളത്തിൽ ചേർന്നാൽ എന്താണ്? 20 വർഷം 22 വർഷം സേവനം നടത്തിയതിനു ശേഷം, ഈ രാജ്യത്തെ സേവിച്ചതിന് ശേഷം, ഈ രാജ്യത്തോട് കൂറുള്ളവരായി, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരായി, വിമുക്ത ഭടന്മാരായി വിരമിക്കുന്നവരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവരുടെ ജീവിതം ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ നേവിയിലും എയർഫോഴ്സിലുമായി ഈ രാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ചവരാണ് വിമുക്ത ഭടന്മാർ. നാളത്തെ വിമുക്ത ഭടന്മാരാരാ? 5 കൊല്ലം കഴിയുമ്പോൾ പുറത്തിറങ്ങുന്ന രക്തത്തിളപ്പുള്ള 10-24 വയസ്സുള്ള ചെറുപ്പക്കാർ ഇറങ്ങുന്നു. എന്താ പണി? ഒരു പണിയില്ല. എന്താ പണി? വാച്ചറ പണിയുണ്ട്. അതല്ലാതെ എന്താ പണിയുള്ള? ഒരു പണിയില്ല. 25% സംവരണം ഉണ്ടെന്ന് പറയും. എവിടെയെന്നറിയില്ല. ഇവിടെ സംസ്ഥാന സർക്കാരിലാണോ കേന്ദ്ര സർക്കാരിലാണോ എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. കൊടുക്കുമെന്നാ പറയുന്നേ. ഇവർ പുറത്തിറങ്ങുമ്പോൾ തൊഴിലില്ലാത്ത ഈ ആയുധ പരിശീലനം നേടിയ, തോക്കടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ചവരെ RSS ഉപയോഗിക്കില്ല എന്നതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇന്ത്യയിലെ പൗരന്മാർക്ക്? ആരെങ്കിലും ചിന്തിക്കാത്തൊരു കാര്യമാണ്. കറക്റ്റല്ലേ? ഇതിന്റെ അപകടം മനസ്സിലാക്കണം. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, 10-14 വയസ്സുണ്ട്, ആയുധ പരിശീലനമുണ്ട്, കായിക പരിശീലനമുണ്ട്, ഈ നല്ല ആരോഗ്യമുള്ള ശരീരവും ഈ ആയുധ പരിശീലനത്തിന്റെ അറിവും വെച്ചോണ്ട് എന്നാ പണിക്ക് പോകും? കറ കൊട്ടാൻ പോവോ? അത് കുളം പിടിക്കാൻ പോവോ? അവരെ ഉപയോഗപ്പെടുത്തും. ഇതാണ് നാസികളുടെ ജർമ്മനിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം, 1ാം ലോകമഹായുദ്ധത്തിന് ശേഷം നാസികൾ ഉപയോഗിച്ച അതേ ഇടമാണ്. നാസി പാർട്ടി രൂപീകരിച്ച ഹിറ്റ്ലറും കൂട്ടരും ആദ്യം ചെയ്ത ചെറുപ്പക്കാരുടെ ഒരു ആയുധ സംഘടന ഉണ്ടാക്കിയാണ്. ആ ആയുധ സംഘടന ജൂതന്മാരെ വംശഹത്യ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം അവരുടെ സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വീടുകൾ, ഇതെല്ലാം ആക്രമിക്കുകയാണ്. ഒടുവിൽ ഈ അക്രമത്തിന്റെ അവസാനം വംശീയത പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ ഈ ഒരു വിഭാഗത്തെ ഔദ്യോഗിക ആർമിയാക്കി മാറ്റുകയാണ്. അവരാണ് പിന്നെ നാസികളുടെ ആർമിയായി മാറുന്നവരാണ് SS. അവർ വന്നിട്ട് എന്ത് ചെയ്തു? അവരെ ജൂതന്മാരെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി കൊല ചെയ്തു. ഇത് കേട്ടപ്പോൾ ചെറുതായിട്ടാണെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളെ മനസ്സിലിട്ട് പാഞ്ഞു പോയിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ കാര്യതയുള്ളതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അതങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഗതികളും ഇങ്ങനെ മുന്നേ കുറേ വർഷങ്ങൾക്ക് മുമ്പേ പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നതാണ് എന്ന് പല ആളുകളും പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇതും ഇനി നടക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് എന്ന് തോന്നും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പിന്നിലൊക്കെ നമ്മൾ ചിന്തിക്കുന്ന അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്ന പല സംഗതികളും കുറേ മുന്നേ ചിന്തിച്ച് അതിനെ പറ്റിയിട്ട് വളരെ പ്ലാൻഡായിട്ട് കാര്യങ്ങൾ നടത്തി വിജയിച്ചവരാണ് ഇതിന് പിന്നിലും എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെടേണ്ടതുണ്ട്. ഈ പറഞ്ഞ കാര്യത്തിൽ ഭയപ്പെടേണ്ടതുണ്ട്. ഞാനൊന്നും ഈ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ട് പോലും ഇങ്ങനെയൊക്കെ ആവുന്നുള്ളത്. പക്ഷേ
ഇവർ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം എന്ന് നമുക്ക് ശരിക്കും ഭയപ്പെടാം. എന്തായാലും ശക്തമായ രീതിയിൽ മറ്റൊരു പ്രതിപക്ഷം അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉയർന്നു വന്നില്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഭാവി ഇനി എവിടെ എത്തും എന്നുള്ളതിൽ ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ പറയുന്ന രീതിയിലൊന്നും അല്ലാതെ നല്ല രീതിയിൽ നമ്മുടെ നാട് ഇനിയും ഒരുപാട് കാലം സമത്വത്തോടു കൂടിയിട്ടും സാഹോദര്യത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഗതികളും പല ആളുകളും ആഗ്രഹിക്കുകയും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും നല്ലത് നടക്കട്ടെ, നല്ലത് മാത്രം നടക്കട്ടെ, നല്ലത് മാത്രം ഉണ്ടാവട്ടെ.